ഞാൻ ക്ഷീണിച്ചു പോയി അവളെ നോക്കി നോക്കി. ഏത് വൈബ്. വെൽക്കം ടു കോമഡി മാസ്റ്റേഴ്സ്. നിങ്ങളുടെ ടീമിന്റെ പേര് ഞാൻ പറയാൻ പോവുകയാണ്. ശിവാർച്ചന വൈശാല. ഇവര് വരുന്നത് കണ്ണൂർ ജില്ലയിൽ നിന്നുമാണ്. അപ്പൊ അവരുടെ പവർ എന്താണെന്നുള്ളത് നമ്മൾ പറയേണ്ട കാര്യം ഓൾറെഡി കാണിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ എക്സൈറ്റഡ് തോന്നിയ കാര്യം എന്താ അറിയോ? രണ്ട് ആൺപിള്ളേര് കൈകൊട്ടി കളിക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഞാൻ ഇത് ചോദിക്കാൻ വരുന്നത്, നോർമലി നമ്മൾ ഈ കൈകൊട്ടി കളിയിൽ ആൺകുട്ടികൾ ഉണ്ടാവോ? ഇതിനെ പറ്റി നമുക്ക് ടീച്ചറിനോട് ചോദിക്കാം അല്ലെ? ഹായ് ടീച്ചർ. ടീച്ചറിന്റെ പേര്? എന്റെ പേര് വിജിന. വിജിന. ഓക്കെ, നമ്മള് ഡൗട്ട്, ഈ ആൺപിള്ളേർ ആക്ച്വലി കൈകൊട്ടി കളി കളിക്കാറുണ്ടോ? കളിക്കും. ആൺകുട്ടികളും പെൺകുട്ടികളും കൂടി മിക്സ് ആയിട്ട് കളിക്കുന്നതാണ്. ആണല്ലേ? ടീച്ചർ, ഇത് അടുത്ത കാലത്ത് എങ്ങാനും പോപ്പുലർ ആയ ഒരു ഡാൻസ് ആണോ? ഇപ്പം കൂടുതലായിട്ട് ഇത് വന്നോണ്ടിരിക്കുകയാണ്. മണിച്ചേട്ടന്റെ പാട്ടുകൾ മാത്രമാണോ ഉപയോഗിക്കുന്നത്? എല്ലാ ഓണക്കളി അങ്ങനെ പറഞ്ഞിട്ടെല്ലാം മിക്സ് ആയിട്ട് വരുന്നുണ്ട്. ഇവിടെ പെർഫോമൻസ് ഗംഭീരമായിരുന്നു. ശ്വേ ചേച്ചി, അപ്പൊ ഈ കുട്ടികൾ ഏത് പ്രായത്തിലാ വന്നത്? ഇപ്പൊ ഇത് നോക്കൂ, ഇത് പൊടി കുഞ്ഞു ചെറിയ മോള് LKG പഠിക്കുമ്പോൾ തൊട്ട് വരാൻ തുടങ്ങിയതാണ്. അവള് അന്നേ ഇങ്ങനെ മറ്റേ കൈകൊട്ടിക്കളി ഇത് ടീമായിട്ട് പോവാൻ തുടങ്ങിയിട്ട് 1 വർഷമേ ആയിരുന്നുള്ളൂ. ഓ, മുന്നേ സിനിമാറ്റിക് അങ്ങനെയായിട്ടാണ് കൂടെ കൊണ്ടുപോകല്. അവളെ പഠിപ്പിക്കാൻ ഈസി ആയിരുന്നോ? എളുപ്പമായിരുന്നു. വേഗം ക്യാച്ച് ചെയ്യുന്ന ടൈപ്പാണ്. ഉറപ്പല്ലേ? നമുക്ക് ഇവളെ പിടിക്കാനാണ് നമ്മൾക്ക് പാട്. ഇവള് സ്റ്റെപ്സ് ഒക്കെ അടിപൊളിയായിട്ട് ചെയ്തു പോകും. ലൈനിൽ ഇവിടെ മുമ്പോട്ട് വന്നിട്ട് ബാക്കിലോട്ട് പോകണ ചേച്ചി അത് കാണാൻ. മോളെ, ഞാനത് ഒബ്സർവ് ചെയ്തപ്പോ മനസ്സിലാക്കി എന്താ വെച്ചാല് ഈ പിള്ളേരെല്ലാം കിഡിലും എനർജിയാണ്. ആ എനർജിയുടെ ഒപ്പം ഈ കുഞ്ഞു തുള്ളി വരണമെങ്കിൽ ഈ പറഞ്ഞ പോലെ വലിയ കാലുകളും. പക്ഷെ എനിക്ക് തോന്നുന്നില്ല അവളുടെ എനർജി ഒരാളുടെ അടുത്തുള്ളത്. അവളുടെ ആ ഒരു ഇതില്ലേ? അതെ, എനിക്ക് തോന്നുന്നു ഈ തലയിൽ ഇത്ര ഭാരം എടുത്തിട്ട് അവള് വീഴുവോന്നൊക്കെ.